മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പോറ്റിയുടെ നിക്ഷേപങ്ങളിലും ബന്ധങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ പോറ്റിയെ SIT ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ED ഉടൻ സമൻസ് അയക്കും. അടുത്ത ആഴ്ച തന്നെ പോറ്റിയെ ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. 2017 മുതലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ED പരിശോധന നടത്തിയിരുന്നു. കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പോറ്റിയുടെ നിക്ഷേപങ്ങളിലും ബന്ധങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്താനാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT ചോദ്യം ചെയ്തത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ED ഉടൻ സമൻസ് അയക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. അടുത്ത ആഴ്ച തന്നെ പോറ്റിയെ ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. 2017 മുതലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ED പരിശോധന നടത്തിയിരുന്നു. കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നാം പ്രതി അടക്കമുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിനുശേഷം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. ജാമ്യ വ്യവസ്ഥയിൽ പ്രത്യേകം പരാമർശമുണ്ട്. ഈ ഒരു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും SITക്ക് മുന്നിൽ ഹാജരാകണമെന്നത്. അതിനുശേഷം ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മുന്നിൽ ഹാജരായത് ചോദ്യം ചെയ്യലിനായി. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നു SIT. ഇന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പോറ്റിയുടെ നിക്ഷേപങ്ങളിലും ബന്ധങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്താനാണ് ഇന്നും വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ED ഉടൻ സമൻസ് അയക്കാനാണ് സാധ്യത. അടുത്ത ആഴ്ച തന്നെ പോറ്റിയെ ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. 2017 മുതലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ED പരിശോധന നടത്തിയിരുന്നു. കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പര്യടനം തുടരുന്നു. യാത്ര ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പര്യടനം നടത്തും. അതേസമയം LDFന്റെ മധ്യമേഖല, വടക്കൻ മേഖല, തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥകളും തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ മുന്നണികൾ ഈ ഒരു സംസ്ഥാനത്തുടനീളം പ്രചരണ ജാഥകളടക്കം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്നലെയാണ് ആരംഭിച്ചത്. ഇന്ന് യാത്ര കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് പര്യടനം നടത്തുന്നത്. അതുപോലെ തന്നെ LDFന്റെ മധ്യമേഖല, വടക്കൻ മേഖല, തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥകളും തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പര്യടനം തുടരുകയാണ്. യാത്ര ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പര്യടനം നടത്തും. അതുപോലെ തന്നെ LDFന്റെ മധ്യമേഖല, വടക്കൻ മേഖല, തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥകളും തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖല ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്.
BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് തൃശൂർ ജില്ലയിലെത്തും. ഒല്ലൂക്കരയിൽ നടക്കുന്ന പരിപാടിയിൽ ചുവരെഴുത്തിക്കൊണ്ട് അദ്ദേഹം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കും. ശേഷം പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് ചർച്ച നടത്തും. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി നിതിൻ നബീൻ ഇന്നലെയാണ് കേരളത്തിലെത്തിയത്. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് തൃശൂർ ജില്ലയിലെത്തും. ഒല്ലൂക്കരയിൽ നടക്കുന്ന പരിപാടിയിൽ ചുവരെഴുതിക്കൊണ്ട് അദ്ദേഹം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കും. അതിനുശേഷം പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച നടത്തും. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് നിതിൻ നബീൻ കേരളത്തിലെത്തിയത്. ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. ഇന്നലെയാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിനാണ് പ്രധാനമായും കേരളത്തിലെത്തിയത്. ഇന്ന് തൃശൂർ ജില്ലയിൽ അദ്ദേഹം എത്തും. ഒല്ലൂർക്കരയിൽ നടക്കുന്ന പരിപാടിയിൽ ചുവരെഴുതിക്കൊണ്ടാണ് അദ്ദേഹം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തും. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും.